ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. എലിമിനേഷനൊക്കെ ആയല്ലേ ഉടനേട്ടാ? രാകേഷ് ചേട്ടൻ എങ്ങനെയാ പറഞ്ഞു? എനിക്ക് ഒന്നാമത് ഈ എലിമിനേഷൻ പരിപാടി ഇഷ്ടമല്ല. എനിക്കും അതെ, യാതൊരു താല്പര്യമില്ല. ഇപ്പൊ നമുക്കിപ്പോൾ വേണോ എലിമിനേഷൻ? ഇല്ല, കുട്ടികൾക്ക് ഇപ്പം നല്ല ഇമ്പ്രൂവ്മെന്റ് പാടി വരിക ഇപ്പൊ. അവർ ബെസ്റ്റാണ്, അവർ കുഞ്ഞുങ്ങളല്ല. ചിലവര് നമുക്ക് പറയുമ്പോൾ അതെ, ചിലര് നമ്മള് വീക്കായെന്ന് വിചാരിക്കുമ്പോ അടുത്ത പെർഫോമൻസിൽ അടിപൊളിയായിട്ട് പെർഫോം വളരെ നന്നായിട്ട് പെർഫോമൻസ്. അല്ല, ഇമ്പ്രൂവ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, പിള്ളേർക്കൊക്കെ ഇപ്പൊ കുറേ കൂടി മനസ്സിലായി തുടങ്ങി തോന്നുന്നു. ഈ ഒരു ഗ്രൂമേഴ്സ് പറയുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും പലരുടെയും വോയിസ് തന്നെ എത്ര അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പോലെയല്ല, വളരെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടി വരികയാണ്. ഫ്ലോറിലൊക്കെ അറിയാലോ. ഇത് നമ്മുടെ മാർക്കിന്റെ ലിസ്റ്റാണ്, എലിമിനേഷന്റെ ലിസ്റ്റാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമുക്ക് ഈ എലിമിനേഷൻ വേണം. എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് വേണ്ട. കാരണം ഒന്നാമത് കുഞ്ഞുങ്ങളെ ഈ ഒരു അവസരത്തിൽ അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ എലിമിനേഷൻ വേണോ? ഫൈനലി ഇറ്റ് ഈസ് യുവർ ടേക്ക്. അതെ, എന്നാലും ഞാൻ പറയാം, ഡിസിഷൻ ടാഗേഷൻ്റെ ആണ് ഫൈനൽ ഡിസിഷൻ. ഉണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ എലിമിനേഷൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരൊന്നും നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. അതാണ് പ്രശ്നം. ശരിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ റൗണ്ടുകളൊക്കെ ഇപ്പൊ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് വീണിരിക്കുകയാണ്. ഇപ്പൊ ഒരു പലർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, മെച്ചോർഡായി തുടങ്ങി. അതെ, രാകേഷ് അടുത്ത ഫാമിലി റൗണ്ട് ആണല്ലേ? ഫാമിലി റൗണ്ട് വരാൻ പോകുന്നത്. അപ്പൊ അത് മിസ് ചെയ്യും അവർക്ക് എലിമിനേഷൻ വന്നാൽ. ഫാമിലി ഫുള്ള് വരുന്നതും എല്ലാം മിസ് ചെയ്യും അല്ലേ? അതെ. വളരെ നല്ലൊരു I think Mambila had to do this. അങ്ങനെയായാലും എങ്കിൽ പിന്നെ സക്സസ്. അപ്പൊ നമുക്ക് എന്നാ കേറാം അല്ലേ ഫ്ലോറിലേക്ക്? ഇനി നമ്മൾ കാണാൻ നോക്കിയിരിക്കുന്ന, നമ്മളല്ല, ആര്യ ചേച്ചി കാണാൻ നോക്കിയിരിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ബാക്കി വെച്ചു കൊടുക്കാൻ. കേട്ടു, ഒരു ചേച്ചിയുടെ സ്നേഹം അവന് കിട്ടുന്നേ ഇല്ല. അതുകൊണ്ട് ആര്യ ചേച്ചി ഇന്നത് വാരിക്കോരി കൊടുക്കണം. ഇന്ന് അവൻ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ആ പരാതി ഞാൻ തീർത്തിരിക്കും. അവന് സ്വന്തമായിട്ട് ചേച്ചി വേണ്ടാന്ന് അവന് തോന്നണം, അങ്ങനെ കെട്ടിപ്പിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ റിജ്വൽ കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം റിജ്വൽ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. പതിവ് വേഷത്തിൽ റിജ്വൽ വീണ്ടും വന്നിരിക്കുന്നു. അതെ, തിളങ്ങുന്നുണ്ടല്ലോ. സുഖാണോ? സുഖം. എന്തോ മനസ്സിലൊരു വിഷമം കിടക്കുന്ന പോലെ ഒരു പിണക്കം നമ്മുടെ രാശി നോക്കിയപ്പോ കണ്ടു. അതെ, നമ്മൾ ഇപ്പൊ നോക്കിയതേ ഉള്ളൂ. പിന്നെ അത് മാത്രല്ല, സാംസോണി വന്ന് എന്തൊക്കെയോ പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞു അവന്റെ അടുത്ത്? അല്ല, സാമു പറഞ്ഞു ആര്യ ചേച്ചി അവനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അന്ന് എനിക്ക് അപ്പൊ ഒരു വിഷമം ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞതാ. നിന്നെ വന്ന് കെട്ടിപ്പിടിക്കാം. ആ വിഷമം ഇപ്പൊ തീർത്ത് കളയാം. ഇപ്പൊ തീർക്കാം. പാട്ടായിട്ട് മതി. അല്ല, ഇപ്പൊ കഴിഞ്ഞാൽ വിഷമവും ഇല്ലാതെ നമുക്ക് പാട്ട് വന്നാലോ വിഷമം ഇല്ല, ഒരു വിഷമം ഇല്ലാണ്ടൊക്കെ പാടണം. തീർക്കണം. വരട്ടെ വരട്ടെ. സാമിന്റെ അടുത്ത് എന്താ പറഞ്ഞ? ആര്യ ചേച്ചി അടുത്ത പാട്ടിന് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞു? അങ്ങനെ ഒരിക്കൽ പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു? അവനെ നിന്ന് വിറയ്ക്കുവാ. പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ആര്യ ചേച്ചി 3 ഉമ്മ വെച്ചു. 3 ഉമ്മ കൊടുത്താ? അവൻ പറഞ്ഞു ആര്യ ചേച്ചി 3 ഉമ്മ വെച്ചു. അപ്പൊ റിജ്വൽ കുട്ടൻ എന്ത് പറഞ്ഞു? അവൻ കള്ളം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കൊടുക്കുമെന്ന് അവനും ഒന്നില്ല. റിജ്വൽ കുട്ടൻ ഇപ്പോഴും അത് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഈ 3 ഉമ്മയൊക്കെ ഒരാൾക്ക് കൊടുക്കും. അതെ, എന്തായാലും കുഴപ്പമില്ല, ഒരു 5 ഉമ്മ കൊടുത്തേക്ക് ഇപ്പൊ. അതെ, പിന്നെന്താ? 5 ഉമ്മയൊക്കെ തോന്നുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കാം. നന്നായി പാടിയാ ഞാൻ നിനക്ക് നല്ലൊരു ചക്കര ഉമ്മ തരാം. ഓക്കെ? ഇപ്പൊ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ അറിയാമോ ചേട്ടാ? നന്നായി പാടാൻ വേണ്ടി. നല്ല അസലായിട്ട് പാട്ട് പാടാൻ കേട്ടോ. മിടുക്കനായിട്ട് എന്റെ പൊന്ന് പാടണം. സന്തോഷായ? ഹാപ്പി അല്ലേ? ഹാപ്പി. എനിക്ക് നന്നായി പാടണേ. സാമിനോട് ചെന്ന് എന്ത് പറയും ഇനി? എന്നാ ആര്യ ചേച്ചി കെട്ടിപ്പിടിച്ചോന്ന് പറയാം. 5 ഉമ്മ തന്നു പറയണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ? ഉമ്മ സാരമില്ല, പോട്ടെ. ഉമ്മ സാരല്ല. ഓക്കെ. ഏത് പാട്ടാ പാടാൻ പോകുന്ന ഇന്ന്? മെല്ലെ മെല്ലെ മുഖപടം. ആഹാ, അടിപൊളി, ഉഗ്രം പാട്ട്. ബ്യൂട്ടിഫുൾ. പിന്നെ സിനിമ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവേട്ടം. വർഷം 1987. ലിറിക്സ് ONV കുറിപ്പ് സാറ്. മ്യൂസിക് ജോൺസൺ മാഷ്. പാടിയത് ദസാർ. ഇന്ന് അച്ഛനും വന്നിട്ടുണ്ടല്ലോ. അച്ഛൻ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. വളരെയധികം സന്തോഷം. അച്ഛനും ഭയങ്കര പ്രശാന്തമാണ്. അത് തന്നെയാണ് മകനും കിട്ടിയിരിക്കണേ. ഓക്കെ, അപ്പൊ പാടിക്കോണേ നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു ആലോലം ആനന്ദ നൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ വെരി ഗുഡ് വെരി ഗുഡ് മിടുക്കനാണല്ലോ റിജ്വൽ കുട്ടാ എന്തോ എന്താ നോമി കണ്ടത് അടിപൊളിയായിരുന്നു ഉഗ്രനായിട്ട് പാടി എന്താണ് ആ ഫീലൊക്കെ ചില സ്ഥലങ്ങളുടെ മുഖപടം തെല്ലൊതുക്കി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് രസമായിട്ടാ പാടിയേ പിന്നെ ആ അനുപല്ലിയുടെ ഫസ്റ്റ് ലൈൻ കണ്ടിട്ട് ബാക്കിയുണ്ടല്ലോ കസറി രണ്ടാമത്തെ ഇടയന്റെ ഹൃദയത്തിൽ മുതല് ബാക്കി അങ്ങ് പാടിയില്ലേ സൂപ്പറായിരുന്നു സൂപ്പർ അപ്പൊ മധുങ്ങൾ അഞ്ചുമ്മയ്ക്കുള്ള സാധ്യതയുണ്ടോ അഞ്ചുമ്മയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് രാശി നോക്കിയപ്പോ അച്ഛൻ അവിടെ ഇരിക്കണ്ട അച്ഛൻ നല്ലൊരു ജോത്സ്യനാ ഓക്കെ അപ്പൊ എല്ലാം നന്നായിട്ട് പാടി ഈ ശ്വാസം ഇടയ്ക്ക് ബ്രത്ത് പ്രശ്നമുണ്ട് അതായത് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് ടം എന്ന് പാടി പിന്നെ ആരോരും അറിയാത്തൊരാത്മാവിൻ അത് അങ്ങനെ ചെറിയ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല ചെറിയ കുഞ്ഞല്ലേ പക്ഷെ ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരിയണം അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ പിന്നെ പല്ലവിയും കുറച്ചൊന്ന് ശ്രുതി ചേരണം തോന്നി അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ അതുവരെ പിന്നെ അങ്ങോട്ടേക്ക് ഒരൊറ്റ പീഡിപ്പിക്കലായിരുന്നു കേട്ടാ അടിപൊളിയായിരുന്നു അതിനുശേഷം സൂപ്പർ അഭിമാനം കൊള്ളുന്നു ഈ ഇന്നത്തെ പാട്ട് കേട്ടിട്ട് എന്തായാലും അച്ഛൻ വന്നത് കൊള്ളാട്ടോ ഓക്കെ വെരി ഗുഡ്
റിജൽ കുട്ടാ, എന്തോ ഞാൻ നിനക്കൊരു ചക്കര ഉമ്മ തരട്ടെ? ആ, 1 2 ഇല്ല 5 എണ്ണം. എന്റെ ചക്കര കുട്ടന് ഒരു ചക്കര ഉമ്മ കൊടുക്കാൻ പോവാം. 5 എണ്ണം. ഇനി 4 കൂടി ഉണ്ട്. ഇനി 4 കൂടി ഉണ്ട്. 2 3 അവൻ ചിരിക്കുന്നത്. 5. Yes. Okay. ഇത് എന്തിനാന്നറിയോ? നല്ല വൃത്തി പാടിയുണ്ട്. നന്നായി പാടിയത് കൊണ്ട് പിന്നെ എന്തൊരു ഫീലും ആയിരുന്നു അതെ അതെ, ഫീല് ഉഗ്രം ഫീലായിരുന്നു ഒന്ന് പാടിയത്. നല്ല ഫീലായിരുന്നു ഇന്ന് അതെ, അതെ. പാടിയത്. എനിക്ക് ആ അനുപല്ലവി ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. Thank ഒരു you. ഒരു ഒറ്റ പോക്കായിരുന്നു ആ അതെ പാട്ട്. അതെ അതെ അതെ. കേട്ടോ? ആ. അതിനാണ് ചക്കര ഉമ്മ ചക്കരക്കൂട്ടിന് ഞാൻ തന്നത്. മിടുക്കൻ ഇല്ലേ എം ജെ സാർ? റിജുല, ഞാൻ എന്തൊക്കെ പേര് തന്നിട്ടുണ്ട്? റിജ്വലൻ, ആ ഉജ്വലൻ, ആ പ്രജ്വലൻ, പ്രജ്വലൻ, ആ തേജ്വലൻ. ആ തേജ്വലൻ. 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 തേജ്വലൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് അർത്ഥമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവനൊരു തേജസ് ഉണ്ട് കേട്ടോ. അതെ 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 തേജസ്. ആ അതെ. ഇവനൊരു ഓറയുണ്ട്. അതെ അതെ. മാത്രമല്ല ഭയങ്കര ഇന്നസെന്റ് ആണ് അവൻ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. ആ, അതെ അതെ. അത് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടടാ. അങ്ങനെ വേണം. അത് മിടുക്കനാണ് അവൻ. അത് എങ്ങനെയാണ്, മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു നമസ്കാരം കൊടുക്കണം. കാരണം ആ, എങ്ങനെയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും. അതെ അതെ. അവന് ആ വാല്യൂ സിസ്റ്റം അവനുണ്ട്. അത് പ്രത്യേകതയാണ്. അവന് ഈ വയസ്സിൽ തന്നെ അത്തരത്തിലൊരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. യെസ്. താങ്ക് യു. മിടുക്കനാണേ. ആ. അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കുറെ കേട്ടിട്ടുണ്ടല്ലേ? ആരാ പറഞ്ഞു? പിന്നെ ആര്യ ചേച്ചി മിടുമിടുക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ മിടുക്കൻ കുറഞ്ഞു പോയാ? മിടുക്കനാണ് അവൻ. ആണാ? ആ. അപ്പൊ കുറച്ചുകൂടെ കൂട്ടിയാലോ? പിന്നെ മിടുക്കൻ. ബുള്ളറ്റ് ഓടിച്ച പോലെ ഉണ്ടായിരുന്നു. അതെ അതെ. വിടു, 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 വിടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസ് എന്ന് പറഞ്ഞാൽ ആയർ പെൺകിടാവിന്റെ ആ, പാൽക്കുടം പാൽക്കുടം. കുടമ്പിയത് 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു. അതെ. അവിടെ ഒരു 10,000 തുമ്പപ്പൂവായിട്ടാണ് വിരിഞ്ഞത്. യെസ് യെസ് യെസ്. പിന്നെ മെല്ലെ മെല്ലെ മുഖപ്പടം തെല്ലുതുക്കി. അതെ ആ, അതെ. അത് സഭാഷായിരുന്നു കേട്ടോ. പിന്നെ ആലോലം ആനന്ദ നൃത്തമാർന്നു. നൃത്തമാർന്നു. റിജ്വല എന്തോ ഒരു രക്ഷയില്ലടേ. പിന്നെ ചില സ്ഥലങ്ങളിൽ ആ ശ്രുതി കറക്റ്റായിട്ട് ചേർന്നില്ല. എസ്പെഷ്യലി അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ. കറക്റ്റ് ഫസ്റ്റ് പല്ലവി തുടങ്ങിയപ്പോഴും അത് സാരല്ലടെ. 10 വയസ്സിൽ ഈ പാട്ട് ഇങ്ങനെ പാടുക എന്നുള്ളത് അത്ഭുതമാണ്. അതിൽ ഒട്ടും കുറവല്ല. താങ്ക് യു. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ റിജ്വലൻ അടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൈന്യൂട്ട് മിസ്റ്റേക്സ് അല്ലേ? Yes. ആ ഡീറ്റെയിൽസ് പോലും അതൊക്കെ നന്നാവാനാ ഇനിയും. റിജ്വലൻ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ. റിജ്വലന്റെ നാളെ ഏതാണ്? ചോദി. ആ. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, ഇവന് ബുധശുക്ര യോഗം ഉണ്ടോ? ശുക്രയോഗമുണ്ട്. ഉണ്ടല്ലേ? ആ, അവനെ കാണുമ്പോഴത്തേക്ക് അത് തോന്നും സംഗീതത്തിൽ വലിയ ആളായിട്ട് വരും. അതെ. ശരി, അങ്ങനെ ആവട്ടെ തീർച്ചയായിട്ടും അല്ലേ? ഞാൻ അച്ഛനോളോ എനിക്കൊന്നും അറിയില്ല. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്തായാലും അവൻ നന്നായിട്ട് വരട്ടെ, ഗംഭീരമായിട്ട് വരട്ടെ. താങ്ക് യു. ഈ പാട്ട് എൻ്റെ സംഗീത ഗുരുവായ നീലേശ്വരൻ രാഘവേണാലി വിമാഷിന് സമർപ്പിക്കുന്നു. വെരി ഗുഡ്. ആ, അതാണ് ഗുരുത്വം. തീർച്ചയായിട്ടും. Wonderful. അതെ അതെ. മാഷിനൊരു ഹായ് കൊടുക്കും. അപ്പൊ നീലേശ്വരത്തുള്ള നമ്മുടെ റിജ്വൽ കുട്ടന്റെ ഗുരു വിപിൻ മാഷ്. മാഷിന് ഞങ്ങളുടെ ഹായ്. ഇന്ന് റിജ്വലിന് 99.25 100. ഓ താങ്ക് യു. സൂപ്പർ മാർക്കാണല്ലോ. മിടുക്കൻ. അതെ അതെ അതെ. മിടുക്കൻ. സൂപ്പർ മാർക്കാ, സൂപ്പർ മാർക്ക്. താങ്ക് യു. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹാപ്പി അല്ലേ? ചേച്ചിയുടെ പൊക്കോ. ടാറ്റാ. ടാറ്റാ. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഒക്കെ ഒരുപോലെ കാത്തിരുന്ന ആ സമയം വന്നെത്തിയിരിക്കുകയാണ്. ദ ഫാമിലി റൗണ്ട്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫാമിലി റൗണ്ട് കാണാൻ പോവാണ്. അനുഷ്ക കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. അനുഷ്ക കുട്ടി ഒറ്റയ്ക്കല്ല, അനുഷ്ക കുട്ടി വിത്ത് ഫാമിലി. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ആൻഡ് ഹർ ഫാമിലി ഓൺ സ്റ്റേജ്. എന്താ എല്ലാരും ഇങ്ങനെ സംസാരിക്കണേ? ഞങ്ങക്ക് നല്ല ടെൻഷനുണ്ട്. ആദ്യമായിട്ടല്ലേ ഫ്ലോറിൽ കയറി ചെയ്യുന്നത്. വേറെ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നല്ലായിരുന്നു. ഞാൻ ഫ്ലോറിൽ കയറാൻ പോകുന്നതിന് മുന്നൊക്കെ നിങ്ങൾ എന്തായിരുന്നു? പാട്ട് കേൾക്കടി, പാട്ട് പഠിക്കടി, ലിറിക്സ് തെറ്റിക്കാതെ പാടടി, വെള്ളം കുടിക്കടി, ശ്വാസം വലിക്കടി, ശ്വാസം വിടടി. ഉഫ്, പിള്ളേർക്ക് ഇരിപ്പുറക്കുന്നില്ലല്ലോ. ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എൻ്റെ പെർഫോമൻസ് ആണ്, കൊളാക്കി വെക്കരുത് പ്ലീസ്. അടി കുറച്ച് ടെൻഷൻ ഉണ്ടെന്നുള്ളൂ. ഞങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഒരു പ്രതീക്ഷയില്ല.
എടി നീ ധൈര്യമായിരിക്കേ, ഞങ്ങൾ സെറ്റാണ്. സെറ്റാന്ന് പറഞ്ഞിട്ട് എന്താ കൈ വറക്കുന്നത്? എടി കൈവരം നോക്കണ്ട, ഇത് നമ്മൾ പൊളിക്കും. പൊളിക്കാതിരുന്നാ മതി. ദൈവം കാക്കുമ്പോ ദൈവം കാക്കുന്നു. ഇങ്ങോട്ട് വന്നേ. ഫ്ലോറി വന്നേ, ഒച്ചപ്പാടൊന്നും പാടില്ല. മിണ്ടാണ്ട് ഇങ്ങോട്ട് വന്നേ. എന്താ നോക്കിക്കണ, വാ. ശരിയാ കുഞ്ഞിന് ഞാൻ. ഇതുവരെ കാണാത്ത വേഷത്തിലാണല്ലോ അനുഷ്കക്കുട്ടി. വെരി ഗുഡ്. സ്റ്റൈലിഷ് ആയിട്ട്, സ്റ്റൈലിഷ്. ആദ്യമായിട്ടാണോ അമ്മ തയ്ക്കാത്ത ഉടുപ്പിടുന്നത്? ആദ്യമായിട്ടാ. അതെ. ആ, ഇതെന്താണ് പരിപാടി? ബാസ്കറ്റ് ബോൾ, വോളിബോൾ? ഇന്ന് ഫാമിലി റൗണ്ട്. എവിടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരിപ്പോ വരും. സർപ്രൈസാ. അതൊക്കെ സർപ്രൈസ് ആണ്. എന്റെ റിലേറ്റീവ്സും കസിൻസും എല്ലാരും വന്നു. ഒരുപാട് പേരുണ്ട്. ഒരു കൂട്ടമുണ്ടോ? ഏതാണ് പാട്ട്? കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പരം. പേടി പമ്പരം. ആ, നമ്മളെ പമ്പരം പോലെ കറങ്ങോ? ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ശരത് സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് സുജാത മാമും വേണുഗോപാൽ സാറും. മൂവി പവിത്രം, ഇയർ 1994. കേക്കാം അല്ലേ? ഓക്കെ, അതെ, കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ വളരെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആകാംക്ഷാഭരിതരാണ്. ഇനി നമ്മൾ പൊളിക്കും. അതെ, കുറച്ച് നാളത്തേക്ക് അല്ലെ, കുറച്ച് നാളത്തേക്ക് ഫാമിലി റൗണ്ട് വെച്ച് നമ്മൾ തകർക്കും. ഓൾ ദി ബെസ്റ്റ് അനുഷ്കക്കുട്ടി. താങ്ക് യു. കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പരം, നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമരം. റംപം പരംപം 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 റംപം പരംപം പരംപം പരംപം. കണ്ടാൽ നാണിച്ചു നിൽപ്പാണ്, നാണം പൂവിന്റെ മുള്ളാണ്. തൊട്ടാൽ വാടുന്ന പൂവാണ്, നാടൻ പാട്ടിന്റെ ചേലാണ്. താമരച്ചോലയിൽ നീന്തി നീരാടുവാൻ താളിയും ഇഞ്ചയും തൈലവും മഞ്ഞളും കുഞ്ഞി പെങ്ങൾക്ക് നീരാട്ടിനിത്രേ വേണ്ടു. കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പരം, നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമരം. ഇല്ലത്തമ്മ വെള്ളിച്ചെല്ലത്തിൽ വെറ്റിലേം പാക്കുമാർ, ഇല്ലം വിട്ടു പോന്നു കൊല്ലത്തും കൊച്ചിയിലും എത്തിയില്ല. ഇല്ലത്തമ്മ വെള്ളിച്ചെല്ലത്തിൽ വെറ്റിലേം പാക്കുമാർ, ഇല്ലം വിട്ടു പോന്നു കൊല്ലത്തും കൊച്ചിയിലും എത്തിയില്ല. നെറ്റിയില് ഭസ്മം പൂശി നിൽക്കണം, മുക്കുത്തി കമ്മൽ തോട ചാർത്തണം. കോടിയും നേരതും ചുറ്റണം, ഈ മുടി നാൾ മുഴം നീളണം. പിന്നെയും പെണ്ണിനെ കാണാനൊരാനച്ചന്തം. കണ്ണിൽ പേടമാനിന്റെ പേടി പമ്പരം, നെഞ്ചിൽ ഗൂഢമോഹങ്ങൾ കുറുകും മർമരം.
ആഹാ കലക്കി 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 ഏ സൂപ്പർ സൂപ്പർ. അടിപൊളി. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അനുഷ്കെ എന്താ ആൻഡ് ദ ഹോൾ ടീം. Amazing. അമേസിംഗ് അമേസിംഗ്. വൺ ഓഫ് യുവർ ബെസ്റ്റ് കേട്ടോ. ഒരു Yes, സംശയമില്ല. yes, yes. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ഒരു ഡൗട്ടും വേണ്ട. യുവർ ബെസ്റ്റ്. പെർഫെക്റ്റ് ആയിരുന്നേ. താങ്ക് യു. ഇവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണോ ധൈര്യം? ധൈര്യം. അതെ, പേടി ധൈര്യം. പമ്പരൊക്കെ പോയി ധൈര്യ പമ്പരായി. നമ്മള് വേറെ ലെവലായ ഒരു സംഭവം ഉണ്ടായിരുന്നു, അമ്മമ്മയുടെ ഡാൻസ്. അത് ഞാൻ ഞെട്ടിപ്പോയി. അതെ 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 അതെ. എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അത് ഞെട്ടി. അത് ഇങ്ങനെയായിരുന്നു കേട്ടോ അല്ലേ മധു? അതെ. 1 1 2 3 4. അമ്മമ്മയ്ക്ക് നാണം വരിക. വല്ലാണ്ട് നാണം വരുന്നു. അതെ. പേര് പേര് ബിന്ദു. ആഹാ ഓക്കെ. അമ്മൂമ്മയ്ക്ക് ഒരു ഉഗ്രൻ കയ്യടി. അതെ അതെ യെസ്. അനുഷ്കയുടെ അമ്മയുടെ അമ്മയല്ലേ? ആ അമ്മയ്ക്ക് ഒരു വലിയ നമസ്കാരം കേട്ടോ. നമസ്കാരം. കലക്കി. അതെ കുറച്ചുള്ളെങ്കിലും അത് നന്നായി അല്ലേ അനുഷ്കെ? ഇരുന്നോട്ടെ. അച്ഛനെയും അമ്മയെ അറിയാം ഓഫ് കോഴ്സ്. ഭയങ്കര റൊമാൻസ്. കപ്പിൾസിനെ നമുക്ക് അറിയാം. റൊമാൻസ് റൊമാൻസ്. അല്ല ഒരു സംശയം, പ്രണയിച്ച് കല്യാണം വെച്ചാണോ? അതെ സാർ. വേണ്ടായിരുന്നു, അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. അല്ല പ്രേമിച്ച് വിവാഹം കഴിച്ചതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കഥയൊന്നും അറിഞ്ഞാൽ കൊള്ളാം. കഥ സത്യം പറഞ്ഞ ഒരു ഇതില്ലാത്ത കഥയാണ്. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? ഏതില്ലാത്ത കഥയാണ്? കഥയില്ലാത്ത കഥയാണോ? കഥയാണ്. ഒരു ഗുമ്മില്ലാത്ത കഥ പോലെ. അച്ഛൻ പറയട്ടെ അച്ഛൻ. അതെ കഥ പറഞ്ഞാല് കൊറേ ഉണ്ട് പറയാൻ. ഞങ്ങളൊരു വെഡിങ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവൾ ഫാഷൻ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ തമ്മിൽ കണ്ട് പ്രണയിച്ചു. ആരാണ് ആദ്യം പ്രണയം പറഞ്ഞത്? എല്ലാം അറിയാം കേട്ടോ. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് രാത്രി കിടക്കാൻ പോകുമ്പോ ഉറക്കം വരെ ഞാൻ ചോദിക്കും, അപ്പൊ വേഗം ഉറക്കം വരുന്നു. ഈ കഥ കേൾക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞു? യെസ് പറഞ്ഞു. യെസ് പറഞ്ഞു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ? ഫസ്റ്റ് ആയിട്ടാണ്. എല്ലാരും കൂടെ ഒന്നിച്ച് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ളതാണ്. എല്ലാവരുടെയും പേരൊന്നും അറിഞ്ഞാൽ കൊള്ളാം അല്ലേ? എന്റെ പേര് ശാലിനി. ഞാൻ അനുഷ്കയുടെ അമ്മയുടെ അനിയത്തിയാണ്. ഇതെന്റെ മോള് ജാൻവി. ജാൻവി. എന്റെ പേര് ശ്രേയ. ഞാൻ അനുഷ്കയുടെ കസിനാണ്. അമ്മൂമ്മയോ? അമ്മോ പരിചയപ്പെട്ടല്ലോ. ബിന്ദു. ഓക്കെ ബിന്ദു ചേച്ചി. ബിന്ദു അമ്മൂമ്മ. ഓക്കെ അനുഷ്കയുടെ അമ്മയുടെ അമ്മ ബിന്ദു. ഓക്കെ. എന്റെ പേര് ആദിദേവ്. ആദിദേവ്. അനുഷ്കയുടെ അമ്മയുടെ അനിയത്തിയുടെ മോൻ. അല്ല ഈ അനിയത്തിയല്ലേ? ഈ അനിയത്തിയല്ലേ? അതെ അതെ. അപ്പൊ അത് പറഞ്ഞാ പോരെ? അതവൻ അത്ര ചിരിയൊന്ന്. ഓക്കെ ഓക്കെ. അടുത്ത ആള്. ഞാൻ അനുഷ്കയുടെ കസിനാണ്. കസിനാണ്. എന്ന് പറയുമ്പോ സായിബാൽ KS. സായിബാൽ KS. ഇനി ഈ സൈഡ്. എന്റെ പേര് ശ്രേയ. ഞാൻ അനുഷ്കയുടെ കസിനാണ്. ഉഗ്രൻ ഡാൻസ് ആയിരുന്നു ശ്രേയക്കുട്ടി. അനിറ്റ. ഞാൻ അനുഷ്കയുടെ കസിനാണ്. എന്റെ പേര് അൻവി. അൻവി. അനുഷ്കയുടെ അനിയത്തിയ. എന്റെ പേര് ആശിഷ്. ഞാൻ അനുഷ്കയുടെ കസിനാണ്. കസിനാണ്. പേര് ജിഷ. ആന്റിയാണ് അനുഷ്കയുടെ. ഷിജു ബാലൻ അങ്കിളാണ്. അങ്കിളാണ്. ഒരേ അഭിനയായിരുന്നു കേട്ടോ. അതെ അങ്കിൾ എന്ന് പറയുമ്പോൾ ചുക്കാൻ പിടിച്ച ആളാണോ? പ്രണയത്തിന് ചുക്കാൻ പിടിച്ച ആളാണോ? ഹംസമാണോ? ഇല്ല ഇല്ല, ആ സമയത്തുണ്ടായിരുന്നില്ല. ഈ സമയത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് ഒരു ലൈഫ് പെർഫോമൻസിന് വളരെ റയറാണ്. നമ്മളിവിടെ 100ഉം 5 stars ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, അത് മാക്സിമം ആ പാട്ടിന് വരാവുന്ന ഒരു ലെവൽ ഓഫ് പെർഫെക്ഷന് മാക്സിമം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷെ ഇത് പെർഫെക്റ്റ് ആണ്. സോ പെർഫെക്റ്റ്. കഴിഞ്ഞ റൗണ്ടിൽ മാർക്ക് പറഞ്ഞത് ഈ റൗണ്ടിൽ തീർത്താണല്ലേ? കംബാക്ക് തന്നെ. കമ്മിങ് ബാക്ക് വിത്ത് വെഞ്ചൻസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്. ഓരോ ഇടങ്ങളും, മോഡുലേഷൻസ്, ഡൈനാമിക്സ്, വാട്ട് എവർ യു നെയിം ഇറ്റ്, അതെല്ലാം പെർഫെക്റ്റ് ആണ്. ഒത്തിരി സന്തോഷം അനുഷ്ക. ഈ കുടുംബാംഗങ്ങളോടൊപ്പം അനുഷ്ക എന്നിവിടെ വന്ന് പെർഫോം ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാവരും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു അവരവരുടെ റോളുകൾ. അമ്മൂമ്മയുടെ ഡാൻസും വളരെ നന്നായി. അതാണ് ഹൈലൈറ്റ്. യെസ്. അപ്പൊ എന്തായാലും ഇന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ഇതുവരെ പാടിയതിൽ ഇപ്പൊ പറഞ്ഞല്ലോ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു ഇന്ന് പാടുന്നതിൽ. പൊതുവെ ഇല്ലാത്തൊരു ധൈര്യം ഇന്ന് കണ്ടു. അതെ, എല്ലാരും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. പാട്ടിന്റെ വരിയില് പേടിപ്പമ്പരം എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നന്നായിരുന്നു കേട്ടാ. കലക്കി, അടിപൊളി, താങ്ക് യു വെരി സർ. നൈസ്. വളരെ സന്തോഷം ഇങ്ങനെയുള്ള പെർഫോമൻസസ് കാണുമ്പോൾ. അനുഷ്ക കുട്ടി, എന്തോ എന്തൊരു കിടിലൻ ഫാമിലി അനുഷ്ക കുട്ടിയുടെ. കേട്ടോ, എല്ലാരും നല്ല അടിപൊളിയായി ഡാൻസ് കളിക്കുന്നു, പറഞ്ഞതുപോലെ ചെയ്യുന്നു, കൊറിയോഗ്രാഫിയോ, കിടിലൻ ഫാമിലി കേട്ടോ നിങ്ങൾ എല്ലാരും. താങ്ക് യു. ശ്രേയക്കുട്ടിയുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഓൺ ടൈം ആയിരുന്നു എല്ലാം. ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? സൂപ്പർ. സൂപ്പർ ആയിരുന്നോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഡാൻസ്? യെസ്. അപ്പൊ അനുഷ്ക കുട്ടി, എന്തോ ഇറ്റ്സ് പെർഫെക്റ്റ് താങ്ക് യു. കേട്ടോ. പിച്ച് പെർഫെക്റ്റ്, താളം പെർഫെക്റ്റ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ആരും പാടുന്ന അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. മിടുക്കി, മിടുക്കി. എനിക്ക് തോന്നുന്നു ഫാമിലി ഉള്ളതിന്റെ ആ ധൈര്യം മുഴുവൻ അനുഷ്ക കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിൽ കാണാനുണ്ടായിരുന്നു. പക്ഷെ അതിലും കൂടി ബാക്കി എല്ലാരും നല്ല ടെൻഷൻ അടിച്ചോണ്ട് ഈ ചേച്ചിനെയൊക്കെ വിറയ്ക്കുവാ. അമ്മ പ്രാക്ടീസിന്റെ സമയത്ത് അമ്മ ഇങ്ങനെ മറന്നു, അയ്യോ ഞാനിഞ്ഞ എവിടെ അതുകൊണ്ട് അനുഷ്കിന് തോന്നി കൂട്ടത്തിൽ ധൈര്യം കൂടുതൽ എനിക്ക് തന്നെയാ. അതുകൊണ്ട് പാടാന്ന്. ഇടയ്ക്ക് ബീജത്തിൽ അനുഷ്ക അങ്ങോട്ട് പോയില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഫോക്കസ് പോവാന്ന്. പക്ഷെ അനുഷ്ക അവിടെ നിന്ന് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഓടി തിരിച്ചു വന്നു. തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു ആ ഓട്ടത്തിലെ ശ്വാസം കിട്ടാണ്ടായിട്ട് അനുപല്ലവി ഇതാവോന്ന്. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. അവൾ ഓൺ ടൈം വളരെ ഫോക്കസ്ഡ് ആയിരുന്നു പാട്ടില്. മിടുക്കി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ അനുഷ്കിന് ഇന്നത്തെ ദിവസം ഈ ഫാമിലി റൗണ്ടിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 plus 5 stars. ഗൂഢമോഹങ്ങൾ കുറുകും മർമരം റംപം എല്ലാരും എടുക്കുന്നവർക്കൊക്കെ എടുക്കാം. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഇത് ഫാമിലി റൗണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഇന്ന് മിഠായി തീർന്നു. ഓ, ഷെഫീഖേട്ടനാണ്. ഷെഫീഖ്. അപ്പൊ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ അനുഷ്ക കുട്ടി. അത് കൊടുക്കാം നമുക്ക്. കൊടുക്കാം. Yes. Yes. ആരാ വരണ്ടേ? ആരും വരികയല്ല, അച്ഛനും അമ്മയും കൂടെ കൊടുക്കും. അതെ, അതെ, അച്ഛനും അമ്മൂമ്മയെ കൊണ്ട് കൊടുക്കും. അമ്മമ്മ കൊണ്ട് കൊടുപ്പിക്കാം. യെസ്, ബിന്ദു അമ്മൂമ്മ. അതെ, അമ്മൂമ്മ കൊടുക്കും. ചേച്ചി അടുത്ത് ബിന്ദു അമ്മൂമ്മ വലിയ വെച്ചിനൊരു ഗിഫ്റ്റ് ഹാമ്പർ തരുന്നു അനുഷ്കിന്. ഒരു ഉമ്മയും കൊടുത്തോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഹാപ്പി ഫാമിലി. ബൈ ബൈ. Good night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മധുങ്കൾ, ഓയ്, നമുക്കൊരു മെലഡി സോങ് കേട്ടാലോ? ഓക്കെ. മെലഡി പാടാനായിട്ട് നമ്മുടെ ജനീലിയ കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. അരെ വാ, സൂപ്പർ സുന്ദരി ഡ്രസ്. സുന്ദരി സുന്ദരി. മിടുക്കിയായിരുന്നല്ലോ. താങ്ക് യു. അതെ അതെ, നല്ല രസമുള്ള ഉടുപ്പ്. അതെ, ഒരു ബൊക്കെ വരുന്ന പോലെ ഉണ്ട് അതെ അല്ലേ? അതെ 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 അതെ. അതായത് ജനലിക്കുട്ടിയെ തലയിച്ച് വെച്ചാൽ ബൊക്കെയായി. അതെ, ഇതിപ്പോ ബാർബി ഡോളൊക്കെ ആയിട്ട് ഷെൽഫിൽ വെക്കാം. ഇങ്ങനെ എവിടെ നിന്ന് പറന്നു വന്നു? ഞാൻ പുറത്തുനിന്ന് ഇപ്പൊ വന്നതാണ്. ഞാനിന്നൊരു പ്രഡിക്ഷൻ നടത്തട്ടെ. ഇന്നത്തെ സോങ് സെലക്ഷൻ ദാറ്റ് ഇസ് യെസ്. അച്ഛന്റെ ആണോ? ആണോ? അതെ പപ്പയുടെ ആണോ? അതെ, കണ്ടുപിടിച്ചേ. ഇളം മഞ്ഞിൻ കുളിരുമായ ഒരു കുയിൽ. വാട്ട് എ സോങ്. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും ഐഡലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്പോസറാണ് കണ്ണൂർ രാജൻ സർ. പലരും അദ്ദേഹത്തിനെ കുറിച്ച് അധികം പറയാറില്ല, പക്ഷെ ഹി വാസ് എ ഗ്രേറ്റ് കമ്പോസർ. എസ്പെഷ്യലി ഈ മെലഡീസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. ചിത്രത്തിലെ പാട്ടും എല്ലാം ഹിറ്റ് അല്ലേ? എല്ലാം. ശരത്ത് അദ്ദേഹത്തിന്റെ മരുമകനാണ്. കണ്ണൂർ രാജൻ സാറിന്റെ മകളെയാണ് ശരത്ത് കല്യാണം. അതുപോലെ തന്നെ ശ്രുതി മദ്രാസിൽ വളരെ ബിസി ആയിട്ടുള്ള പെർക്യൂഷനിസ്റ്റ്. ശ്രുതി ഇപ്പൊ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തേ ഉള്ളൂ. ശ്രുതി ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. യെസ് യെസ് യെസ്. ഒരു 20 ഇൻസ്ട്രുമെന്റേ വായിക്കും. അതെ അയ്യോ, അത്രേ ഉള്ളൂ. ശ്രുതിരാജ് അല്ലേ? അതെ, ശ്രുതിരാജ് ഈസ് എ ഗ്രേറ്റ് 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 മ്യൂസീഷ്യൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ കഥകൾ. അപ്പൊ ഇതിന് മറ്റു ഡീറ്റെയിൽസ്. സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം, വർഷം 1986, മ്യൂസിക് കണ്ണൂർ രാജൻ സർ, ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സർ, പാടിയത് ജാനകി അമ്മ. വെരി ഗുഡ്. എത്ര പ്രാവശ്യം പറഞ്ഞു പഠിച്ചത്?
നീ തിരിച്ചൊന്ന് പറഞ്ഞേ. തിരിച്ചു പറഞ്ഞേ. സിംഗർ ജാനകി അമ്മ പിന്നെ ഓർഡറിൽ പഠിച്ചേക്കുക. ഓക്കെ, സാരില്ല അത് പറഞ്ഞല്ലോ. അത് ഓർഡർ പാടിയാ മതി, തെറ്റിക്കാതെ. അതെ, ഓക്കെ. പാടും നമ്മൾ കേൾക്കാൻ പോവാ. യെസ്, എന്തായാലും ജലീലക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗം ശോകം, ഗീതം രാഗം ശോകം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ. ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗം ശോകം, ഗീതം രാഗം ശോകം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ. ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗം ശോകം, ഗീതം രാഗം ശോകം.
ഹൃദയമുരളികതകർന്നുപാടും കുയിൽ മിഴിച്ചെപ്പിൽ വിരഹകഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം. ഓ ആഹാ താങ്ക് യു സർ. അടിപൊളി. താങ്ക് യു സർ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ നലിയു വേഗം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹകഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടുന്നു ഗീതം രാഗം ശോകം ഗീതം രാഗം ശോകം. അടിപൊളി. കലക്കി കലക്കി. എനിക്ക് പറയാൻ വാക്കുകളില്ല. യെസ്. ഞാൻ നോക്കിയിട്ട് ഇവിടെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു സിംഗർ അത് ഒരു പക്ഷേ താങ്ക് യു ഒരു പക്ഷേ അല്ല, അത് ജനീലയാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കേട്ടോ. സർ. ഞാൻ പറഞ്ഞത് കുറച്ച് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അത്രയ്ക്കും വലിയ വ്യത്യാസമാണ് വന്ന ജനീലിയയും ഇവിടെ തുടങ്ങിയ ജനീലിയയും ഇപ്പോഴത്തെ ജനീലിയയും തമ്മിൽ. താങ്ക് യു സർ. അതിമനോഹരമായിട്ട് പാടി. അതിമനോഹരം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഫസ്റ്റ് ആ ഹമ്മിങ് പാടിയില്ലേ അപ്പൊ തന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നി, കൈയടിക്കാൻ തോന്നി. താങ്ക് യു സർ. അത്രയ്ക്ക് നല്ല വോയിസിനൊക്കെ ക്ലാരിറ്റി കൂടി. അത് ഞാൻ പ്രത്യേകം ഇവിടെ നമ്മുടെ ഗ്രൂമേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വൈശാഖ്, സനൂപ്, നമ്മുടെ അടുത്ത വൈശാഖ്, ശ്യാം, സിയാദ്, സ്വാതി, ഇത്രയും പേരെ ഞാൻ ഒന്നും കൂടി അഭിനന്ദിക്കുകയാണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വാക്കുകളില്ല ഇനി. ഓക്കെ, അതിമനോഹരം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹകഥന കടൽ. അച്ഛനും വേണമെങ്കിൽ കുറച്ച് അഹങ്കരിക്കുകയൊക്കെ ചെയ്യാം. അച്ഛന്റെ കണ്ണുകൾ ഈറനണിയുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അച്ഛൻ കണ്ണ് തുടയ്ക്കുന്നതൊക്കെ കണ്ടു. കുറച്ച് ഭയങ്കര വികാരാധീനനായിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷേ വെറും പക്ഷേ അസാധ്യമായിട്ട് പാടിയില്ലേ? താങ്ക് യു സർ. എന്തൊരു ആർദ്രമായിരുന്നു അല്ലേ വോയിസ്. തീർച്ചയായിട്ടും ഭയങ്കര ടെൻഡർ ആയിരുന്നു. അതെ, ഇങ്ങനെ ആ പാട്ടിനെ കൊണ്ടു നടക്കണം. എനിക്ക് ഇതുവരെ പാടിയതിൽ വോയിസിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഈ പാട്ടിൽ. ഐ വുഡ് സേ ഇറ്റ് വാസ് സോൾഫുൾ കാം. യെസ്. ഇവിടെ സത്യത്തിൽ പാട്ട് കേൾക്കുകയായിരുന്നില്ല, പാട്ട് അനുഭവിക്കുകയായിരുന്നു. ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും ഇപ്പോഴും കേൾക്കാം പാട്ട്. ഇപ്പോഴും ആ ശബ്ദം കേട്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ. പിന്നെ അച്ഛന്റെ സന്തോഷം എന്ന് പറയുന്നതാണ് ശരിക്കും ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അച്ഛൻ ഇത്രയും മനസ്സിൽ ഒരുപാട് സംഗീതം കൊണ്ട് നടക്കുന്ന ആളാണെന്ന് അറിയാം. അല്ല, അച്ഛന്റെ സെലക്ഷൻ കൊള്ളാം അല്ലേ? അങ്ങനത്തെ പാട്ടുകളെ അദ്ദേഹം സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പൊ അത് ജനലിയക്ക് ഏറ്റവും ഉതകുന്ന ഒരു സോങ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അച്ഛന് ഒരു സല്യൂട്ട്, പ്രത്യേകം. അതെ, അഭിനന്ദനം. അമ്മ അവിടെ അബുദാബിയിലാണ്. അച്ഛൻ മോളുടെ കൂടെ തന്നെ മോളുടെ പാട്ടിന് വേണ്ടി ജീവിക്കുന്നതാണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ. ഇത് കേൾക്കുമ്പോ കാണുമ്പോ അമ്മയുടെ സന്തോഷം എന്തായിരിക്കും. മാത്രമല്ല മധു,
മധുവിനൊരു നല്ല കഴിവ് എന്താ വെച്ചാൽ പെട്ടെന്ന് ലാലു ചേട്ടൻ അങ്ങോട്ട് വന്നു. അതില് നല്ല എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളാണോ സംശയമുണ്ട് ഷൂട്ട് ചെയ്ത്. അതിലിങ്ങനെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ വീണ് മരിക്കുകയല്ലേ. അത് മറക്കാൻ പറ്റാത്ത ഒരു സീനാണ്. അതെ അതെ, ആ ക്യാരക്ടർ അവിടെ വീണങ്ങനെ മരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ സീൻസ് ഒക്കെ നമ്മുടെ മനസ്സിലിരിക്കണം എന്നുണ്ടെങ്കിൽ ആ പാട്ടും ആ സിനിമയും ഒക്കെ എത്രയാണ് നമ്മുടെ ഒരു ജനറേഷന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായും. അപ്പൊ ജനലിയെ കുട്ടി ഇത്രയും വർഷത്തിന് ശേഷം ഈ പാട്ട് എപ്പോ ഇറങ്ങിയതാണ്? 1986 ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്ന വർഷമാണ് ഈ 1986 എന്ന് പറഞ്ഞത്. അപ്പൊ ആ വർഷത്തിൽ ജനലിക്കുട്ടി അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടല്ലേ ജനിച്ചത്. പക്ഷേ ഈ പാട്ട് അന്നത്തെ പോലെ തന്നെ അതിന്റെ ഒരു ഫ്രീക്വൻസി റെസണൻസ് കൊണ്ടുവന്നില്ലേ? ദാറ്റ് ഇസ് ഗ്രേറ്റ്. താങ്ക് യു സർ. റിയലി ഗ്രേറ്റ്. താങ്ക് യു. നോ വേർഡ്സ്. ജനീല കുട്ടി എന്താ എന്തൊരു ഇൻവോൾവ്മെന്റോട് കൂടിയാ പാടിയത്. ആ പാട്ടിന്റെ ഉള്ളിൽ ആദ്യം ജനീല ഇങ്ങനെ അലിഞ്ഞ് ഇല്ലാണ്ടായി. കൂടെ നമ്മളെ അങ്ങ് കൊണ്ടുപോയി, ആ പാട്ടിന്റെ കൂടെ അങ്ങ് കൊണ്ടുപോയി നമ്മളെ. എനിക്കിപ്പോഴും കേൾക്കാം. ത്രെഡ് പോലെ ആ ശബ്ദം പോയത്, ശരിക്കും ഒരു ത്രെഡിലേ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. മോഹഭംഗ മനസ്സിലേക്ക് പാടിയപ്പോഴത്തേക്ക് എന്ത് രസമാ. എനിക്ക് ആ ഇൻവോൾവ്മെന്റ് ആണ് ജനീല കുട്ടിയുടെ ആ ഡെഡിക്കേഷൻ, ജനീല കുട്ടിയുടെ അച്ഛന്റെയും ഡെഡിക്കേഷൻ എനിക്ക് ഈ പാട്ടിൽ കേൾക്കാനുണ്ടായിരുന്നു, കാണാനുണ്ടായിരുന്നു, അറിയാനുണ്ടായിരുന്നു. അത് കേട്ടോ, മിടുക്കി. താങ്ക് യു ചേച്ചി. മിടുക്കി. കീപ് ഗ്രോയിങ്. ഇതുപോലെ തന്നെ സൂക്ഷ്മതയോടെ എല്ലാ പാട്ടും പഠിക്കുക, പാടാം കേട്ടോ. മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. സോ പ്രൗഡ് ഓഫ് യു. അതുപോലെ തന്നെ ടോപ്പ് ബാൻഡ് സൂപ്പർ സബാഷ്. ഏതോ രാത്രിയിലെ ഒറ്റയ്ക്ക് ഒരു മൺവിളക്കിൽ നിന്ന് ഇങ്ങനെ ഒരു തിരി ഇങ്ങനെ കത്തുമ്പോഴത്തേക്കുള്ള പ്രകാശല്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും രാത്രിയിലെ. അതുപോലെ ഇരുന്നു കേട്ടോ പാട്ട്. ആ പ്രകാശമാണ് കിട്ടിയത്. ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെ അത് പറയണം. കറക്റ്റ് ഇമേജ് അങ്ങനെ അത് സോഫ്റ്റ് ആണ്, അത് ഡിസ്റ്റന്റ് ആണ്, അത് ഡീപ്പാണ്, വൾണറബിൾ ആണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സൈലൻസ് ആണ്. അല്ല, എനിക്ക് അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹമ്മിങ് കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് കൈയടിക്കണം തോന്നി. പിന്നെ അനുബലിയുടെ എൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കൈയടിക്കണം തോന്നി. അതുപോലെ മധു. അപ്പൊ പോരട്ടെ. അപ്പൊ നമ്മുടെ ജനലി കുട്ടിക്ക് മനസ്സ് നിറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു 100 out of 100 plus 5 stars. പോരട്ടെ ഒരു മധുരമഴ. ജനീല കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. മധുങ്ങളെ കൊടുക്കാം നമുക്ക്. അത് തീർച്ചയായിട്ടും അച്ഛൻ കൊടുക്കട്ടെ മകൾക്ക്. അതെ, ചേട്ടൻ പോയോ? ഇപ്പൊ അപ്പയാണ് ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള ആളെന്ന് തോന്നുന്നുണ്ടോ. ജനീലേക്ക് അപ്പ കൊടുക്കുന്ന വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ജനീലെ കുട്ടി, ഇപ്പൊ ഇതിന്റെ സന്തോഷം ഒന്നും മനസ്സിലാവില്ല. രാത്രി ഉറങ്ങാറാവുമ്പോ ഇനി ഒരു സന്തോഷം വരും കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ചേട്ടാ ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു മധുക്കളെ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.